ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഷമീസ് കിച്ചൻ. എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റ് ആണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മുടെ ഈ ഷമീസ് കിച്ചൻ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇത് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ആ ഷമീസ് കിച്ചൻ്റെ തൊട്ടടുത്തുള്ള ചുമന്ന ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. കൂടെ തന്നെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യുമ്പം ഓൾ തന്നെ പ്രസ് ചെയ്യണം. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് നോട്ടിഫിക്കേഷൻ ലഭിക്കത്തുള്ളൂ. എന്നാൽ ശരി, നമുക്കിനി വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ ഈ ഹെൽത്തി ദോശ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഗോതമ്പ് പൊടിയാണ്. ഞാനിപ്പോൾ 1 കപ്പ് അളവിൽ ഗോതമ്പ് പൊടി എടുത്തിട്ടുണ്ട്. അത് നമുക്കൊരു ബൗളിലേക്ക് ചേർത്ത് കൊടുക്കാം. ഗോതമ്പ് പൊടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് മുട്ടയാണ്. ഞാനിപ്പോൾ 1 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പോൾ അതും ചേർക്കാം നമുക്കിതിലേക്ക്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് പച്ചക്കറികളാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഒരു ചെറിയൊരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തിട്ട് ഇതുപോലെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് ചേർക്കാം. കൂടെ തന്നെ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് ക്യാപ്സിക്കം ആണ്. വളരെ കുറച്ച് മാത്രമേ എടുത്തിട്ടുള്ളൂ. അപ്പോൾ അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് വളരെ കുറച്ച് മാത്രം സവാള കൂടിയാണ്. അതും ചെറുതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാനായിട്ട്. അപ്പോൾ ഇപ്പോൾ സവാളയുടെ വിലയ്ക്ക് നമുക്ക് ഇതിൻ്റെ അടുത്തേക്കൊന്നും പോകാനേ പറ്റില്ല. പക്ഷെ നമുക്ക് ആ കറക്റ്റ് ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഈ സവാള ചേർക്കുന്നത്. അപ്പോൾ നമുക്കിത് സ്കിപ്പ് ചെയ്യാവുന്നതേ ഉള്ളൂ. വിലയ്ക്ക് കുറഞ്ഞതിന് ശേഷം നമുക്ക് ചേർത്തിട്ട് തയ്യാറാക്കിയാൽ മതിയാവും. പിന്നെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് കുറച്ച് മല്ലിയില കൂടിയാണ്. കൂടെ തന്നെ ഒരു ചെറിയൊരു പീസ് ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞിട്ട് അതും ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് വേണ്ടത് എരിവിന് ആവശ്യത്തിന് കുറച്ച് വറ്റൽമുളക് പൊടിച്ചതാണ്. അപ്പോൾ ചില്ലി ഫ്ലാക്സ് ആണ്, അതും ചേർക്കുകയാണ്. 1 ടീസ്പൂൺ അളവിൽ മാത്രമേ ചേർക്കണുള്ളൂ. ഇത് ഇത്രയും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് ഒരു പിഞ്ചളവിൽ സോഡാപ്പൊടിയാണ്. അപ്പോൾ നമ്മൾ അപ്പത്തിനൊക്കെ ചേർക്കില്ലേ, അതുപോലെ ഒരു പിഞ്ച് സോഡാപ്പൊടിയും കൂടെ തന്നെ ഇതിന് ഇത്രയും ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള വെള്ളം കൂടിയാണ്. നമ്മൾ സാധാരണ ദോശ ബാറ്റർ തയ്യാറാക്കി എടുക്കില്ലേ, അത്രയും കട്ടിയായിട്ട് തന്നെ നമ്മളിത് തയ്യാറാക്കി എടുക്കണം. അതിനാവശ്യത്തിനുള്ള വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നല്ലതുപോലെ നമുക്ക് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഇതുപോലെ കട്ടയൊന്നും ഇല്ലാതെ മിക്സ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും തന്നെ മതിയാവും. ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് ദോശ തയ്യാറാക്കിയെടുക്കാം. നമ്മുടെ ഈ ദോശക്കല്ലൊന്ന് ചൂടായതിന് ശേഷം ഒരല്പം ഓയിൽ ഇങ്ങനെ പുരട്ടി കൊടുക്കാം. ഒരുപാട് ചൂടായിട്ട് കല്ല് ചൂടായിട്ട് പോകരുത്. എങ്കിൽ പിന്നെ നമുക്ക് കറക്റ്റിനെ അത് പരത്തിയെടുക്കാൻ പറ്റില്ല. അത് ഏത് ദോശയായാലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള മാവ് ഒഴിച്ച് കൊടുത്തിട്ട് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കാം. അതിനുശേഷം വേണ്ടത് 1 ടീസ്പൂൺ അളവിൽ നെയ്യ് കൂടിയാണ്. അപ്പോൾ നെയ്യ് ഉണ്ടെങ്കിൽ മാത്രം നെയ്യ് ചേർത്താലും മതിയാവും. നെയ്യ് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതിൻ്റെ പേരിലാണ് നമ്മളിതിലേക്ക് നെയ്യ് ചേർക്കുന്നത്. അതിനുശേഷം കറക്റ്റായിട്ടൊന്ന് വെന്തിട്ട് കിട്ടുമ്പോഴത്തേക്കും വീണ്ടും തിരിച്ചിട്ട് കൊടുക്കാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ദോശയാണിത്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് നമുക്കിത് കിട്ടുന്നത്. നമ്മളിതിലേക്ക് പച്ചക്കറികളൊക്കെ ചേർത്തിരിക്കുന്നതിൻ്റെ പേരിൽ അതിൻ്റെ ആ ഒരു ടേസ്റ്റും ആ നെയ്യിൻ്റെ ആ ഒരു മണമൊക്കെ ആയിട്ട് പ്രത്യേക ഇതിലാണ് കിട്ടുന്നത്. ഇതിങ്ങനെ തന്നെ നമുക്കിത് കഴിക്കാവുന്നതേ ഉള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള സൈഡ് ഡിഷ് ചട്നിയാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ കടലക്കറിയൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഒന്നാണ്. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ കുട്ടികൾക്ക് ടിഫിൻ ബോക്സിൽ കൊടുത്തയക്കാനൊക്കെ നല്ല ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഗോതമ്പ് ദോശയാണ്. ഉറപ്പായിട്ട് നിങ്ങളത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നല്ലതുപോലെ ഇഷ്ടമാവും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്നാണ് എൻ്റെ വിശ്വാസം. ഇഷ്ടമായാൽ ഇതൊന്ന് ലൈക്ക് ചെയ്തേക്കണം. ഇത് മറ്റുള്ളവരും കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. വീണ്ടും നല്ലൊരു ഉഷാറ് വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക, ചിരിച്ചുകൊണ്ടിരിക്കുക. ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.